ഹായ് ഓൾ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരിക്കും നമ്മുടെ ഒരു വർഷത്തെ ജേണി, നിങ്ങളുടെ +1 എന്ന് പറയുന്ന ഒരു വർഷക്കാലം കഴിഞ്ഞു. +1ന്റെ പരീക്ഷ കഴിഞ്ഞു. റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട, എഡ്യൂപോഡിന്റെ ക്ലാസ് കൃത്യമായി കണ്ട് ഫോളോ ചെയ്ത മക്കളാണെങ്കിൽ ഒരു സംശയമില്ല, ഫുൾ മാർക്കാണ് നിങ്ങൾ കിട്ടിയിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നിങ്ങളെ തൊട്ടടുത്തുള്ള നിങ്ങളുടെ മുൻ വർഷം ഈ വർഷം +2 കഴിഞ്ഞ ആളുകൾ, നിങ്ങളെ ചേട്ടന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചാൽ മതി, അവർ കൃത്യമായി പറഞ്ഞു തരും. അതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങളും കൂടി നിങ്ങൾ ആ ഒരു എഫക്റ്റ് അനുഭവിക്കാൻ വേണ്ടി പോവുക ഇത് നമ്മുടെ റിസൾട്ട് വരുന്നതോടുകൂടി അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെയാണ് +2ലേക്ക് ഇതേ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ആകെ നിങ്ങൾക്ക് വരുന്ന വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മൾ 10ാം ക്ലാസ് വരെ നമുക്ക് ഫുൾ A+ എന്ന പരിപാടി ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് വരെ നമുക്ക് എത്ര ചോദിക്കുക, നമ്മളോട് ഒരാൾ റിസൾട്ട് വന്നാൽ ചോദിക്കുക എത്ര A+ ഉണ്ടോ, 10 ഉണ്ടോ അല്ലെങ്കിൽ 5 എണ്ണാണോ 6 എണ്ണാണോ അല്ലേ, നമ്മൾ അതാ ചോദിക്കും. പക്ഷേ +2 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് A+ന്റെ കണക്കല്ല നമുക്ക് ഇമ്പോർട്ടൻസ്. അവിടെ നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ആണ്. അതായത് 100% മാർക്ക്, അതായത് 1200-ൽ 1200 മാർക്ക് വാങ്ങുക എന്നതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ A+ ശരിക്കും 1000-ൽ 1200 മാർക്ക് ഫുൾ ഇല്ലെങ്കിലും A+ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും. A+ ചിലപ്പോൾ 5-6 A+ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. പക്ഷേ 6 A+ കൊണ്ട് ചിലപ്പോൾ എന്തുണ്ടാവില്ല, നമ്മൾ വിചാരിച്ചൊരു അതിനൊരു റിസൾട്ട് ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാർക്കിന് തന്നെ. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ +1 ഇപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടി പോവുക. അപ്പോൾ +1ൽ നിങ്ങൾ 600-ൽ 600 നിങ്ങളെ +1ലെ ടോട്ടൽ സ്കോർ ഉണ്ടായിരിക്കും. 600 മാർക്ക് അല്ലേ. 2 വർഷം കൂടി ചേർന്നിട്ടാണ് 600-ഉം 1200 അല്ലേ. അപ്പോൾ +1 നമ്മൾ ചിലപ്പോൾ നമ്മൾ നന്നായി പഠിച്ചു. കാരണം നമ്മൾ +1ലേക്ക് ഒരു പുതിയ വർഷത്തിൽ നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ആവേശത്തിൽ നമ്മൾ നന്നായി പഠിച്ചു, നല്ല മാർക്ക് നമ്മൾ വാങ്ങി. അപ്പോൾ നമ്മൾ ഡബിൾ പാസിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഡബിൾ പാസ് വാങ്ങിയ +2 നിങ്ങൾ പാസ്സായി കഴിഞ്ഞു. അതായത് ഒരു സബ്ജക്റ്റിൽ 48 മാർക്ക് മിനിമം വാങ്ങിയ 2 വർഷം +2 നിങ്ങൾ പാസ്സായി. പക്ഷേ പാസ്സാവലല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം മുഴുവൻ മാർക്കും വാങ്ങുക എന്നുള്ളത് അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതേ സംഭവം നമ്മൾ +1 നന്നായി പഠിക്കും. പക്ഷേ +2ൽ നമ്മളെ മാർക്ക് അല്ലെങ്കിൽ +2 പരീക്ഷയിൽ നമ്മളെങ്കിൽ +2 കുറച്ചുകൂടി എന്തായാലും കണ്ടന്റ് കുറച്ചുകൂടി പഠിക്കാനുണ്ടാവും. അവിടെ നമ്മളെ മാർക്ക് എവിടെയെങ്കിലും കുറഞ്ഞാൽ നമ്മുടെ ഈ ടോട്ടൽ മാർക്കിനെ അത് ബാധിക്കും. അതായത് 600 ഇനി ഈ വരുന്ന ഇതിൽ നിങ്ങൾക്ക് ഒരു 200 മാർക്ക് അല്ലെങ്കിൽ ഒരു 300 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാൻ ആകെ എത്ര മാർക്ക്? 900 മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ +1 നിങ്ങൾ കഷ്ടപ്പെട്ട് വാങ്ങിയ ഫുൾ മാർക്ക് അല്ലെങ്കിൽ അവിടെ വാങ്ങിയ ഫുൾ മാർക്ക് 100% ഒരിക്കലും നമുക്ക് എവിടെ കാണാൻ കഴിയില്ല, +2 റിസൾട്ട് വരുമ്പോൾ കാണാൻ കഴിയില്ല. അപ്പോൾ എത്രത്തോളം നിങ്ങൾ +1 മാർക്ക് സ്കോർ ചെയ്യുന്നോ അതന്നെ നിങ്ങൾ എവിടെയും മാർക്ക് സ്കോർ ചെയ്യണം. +2ൽ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില സ്ട്രാറ്റജീസ്, പ്രധാനമായി നിങ്ങൾ ഒരു ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധമായി ചെയ്യേണ്ട കാര്യം, റീഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എത്രത്തോളം ടോപ്പിക്ക് കവർ ചെയ്യുന്നു നന്നായി ആ ഭാഗം നിങ്ങൾ വായിക്കുക തന്നെ വേണം. നന്നായിട്ട് ആ ഭാഗം എടുക്കുക. റീഡിംഗ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റർ കഴിയാലും ആ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഒരൊറ്റ പേജിലേക്ക്, ഒരു സിംഗിൾ പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കൊണ്ടുവരണം. ആ ചാപ്റ്റർ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ചാപ്റ്റർ കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ ടീച്ചർ തുടങ്ങാമെന്ന് വിചാരിക്കുക. അത് ടീച്ചർ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഈ ഒരു ഷോർട്ട് നോട്ട് വായിച്ചാൽ അത് മൊത്തം റിവൈസ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഈ രീതിയിൽ നിങ്ങൾ +2 എന്ത് ചെയ്യണം, ഒരു ബേസിക്കായി 2 കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും തുടക്കം മുതലേ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു സംശയമില്ല, അടുത്ത വർഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതേ മാർക്ക് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഇനി എല്ലാ പരിപാടികളും ഇപ്പോൾ +1 നിങ്ങൾ കഴിഞ്ഞ് +2ലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നു അല്ലേ. ഇനി +1ൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സും, അതായത് +1 യൂട്യൂബ് ചാനൽ ഒരു ക്ലാസ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഇനി നിങ്ങൾ നേരെ വരേണ്ട എവിടെ കടാ, നിങ്ങൾ ഇനി വരേണ്ടത് നമ്മുടെ +2ന്റെ യൂട്യൂബ് ചാനലിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഒക്കെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ. നിങ്ങൾക്കറിയാം എഡ്യൂപോഡ് +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് സെർച്ച് ചെയ്ത് തന്നെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ടാവും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, നേരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലോ ഒന്ന് സ്റ്റോറി ഒക്കെ ഇട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനലിനെ പറ്റി ഒന്ന് എത്തിക്കുക. കാരണം ഒരുപാട് കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികൾ എന്ന് പറയുന്നത് എനിക്ക് ഇത്രത്തോളം വളരെ എക്സ്ക്ലൂസീവായി കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനും ക്ലാസ് കൊടുക്കുന്ന ഒരു ചാനൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഹ്യൂമാനിറ്റീസുകാർ കൊടുക്കുന്ന ഒരു ചാനൽ ഇന്ന് കേരളത്തിൽ നിലവിലില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് നിങ്ങൾ എത്തിക്കുക. അതുപോലെ തന്നെ ഈ വർഷം അല്ലെങ്കിൽ നിങ്ങളുടെ +2മായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ്, നിങ്ങളുടെ കാര്യങ്ങൾക്ക് നാളെ കമൻറ്റ് ചെയ്യുക. അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വർഷവും നമുക്ക് എങ്ങനെ +1 നമ്മൾ എങ്ങനെയാണ് ഉഷാറാക്കിയത്, അതുപോലെ തന്നെ ആ ആവേശം ഒട്ടും ചോരാതെ +2 നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. ഫുൾ മാർക്ക് കുറഞ്ഞ ഒരു സ്വപ്നം എൻ്റെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതിലേക്കുള്ള വഴി ഞങ്ങൾ വിട്ടുതരും. നിങ്ങൾ അതിലൂടെ സഞ്ചരിക്കുകയാണ് വേണ്ടത്. സോ മക്കളെ, ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരുപാട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ വന്നുകൊണ്ടിരിക്കും. ചാനലിലൂടെ +2 ചാനലിലൂടെയാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, +2 ചാനൽ സബ് ചെയ്യുക. സോ വൺസ് അഗൈൻ താങ്ക് യു.